Hi everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ആണ് ഇന്ത്യ വിട്ട് പുറം രാജ്യത്തിലേക്ക് പോകുന്നത്. 2.8 million foreign nationals migrated to an OECD country. Do you know who topped this list? Indians. ഞാൻ വിചാരിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ ഇന്ത്യ വിട്ട് പുറം രാജ്യത്തേക്ക് പോവാൻ കാരണം എന്താണ്? അതിനുള്ള ഉത്തരം എന്റെ ചില വീഡിയോസിലെ ഒരാവശ്യമില്ലാണ്ട് നാട്ടിലെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും, ഇവരെയൊക്കെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ നാട്ടിൽ ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകണമെന്ന്. അപ്പൊ ഇത് കൂടാതെ, അതായത് ഈ റീസൺ കൂടാതെ ബാക്കി എന്തൊക്കെ റീസൺ കൊണ്ടാണ് നാട്ടിൽ നിൽക്കാതെ ആളുകൾ എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് മടിച്ചു നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. അതിനകത്ത് നമുക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, കനേഡിയൻ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, UK ഉണ്ട്, ജർമ്മനി ഉണ്ട്, അയർലൻഡ് ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ, അതായത് ഇതിനകത്തൊക്കെ അവിടേക്ക് പോകാനുള്ള സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു DM അയക്കുക. നിങ്ങളെ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റും. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാനിവിടെ മെയിൻ ആയിട്ട് പറയാൻ കാര്യം, ഇത് റിലേറ്റഡ് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് അതിനകത്ത് എല്ലാത്തിലും എടുത്ത് പറയുന്ന ഒരു പോയിന്റാണ് ഈ ഇൻകം ടാക്സിന്റെ കാര്യം. 140 കോടി ജനങ്ങളുള്ള, അതായത് 2022-2023 ഫൈനാൻഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്ന ഒരു സംഭവമാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആകെ ടാക്സ് അടയ്ക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2% ആളുകളാണ്. അതായത് ഈ ആകെ ഉള്ളതിൽ ഏകദേശം 1.6% ആളുകൾ, 1.6% ആളുകൾ മാത്രമാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവർ എന്താ ടാക്സ് അടയ്ക്കാത്തത്? നിങ്ങൾക്കറിയാവോ, ഈ 1.6% ആളുകളും നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഇൻകം ഏൺ ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന എന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും ടാക്സ് അടയ്ക്കുന്നുണ്ട്, എന്റെ നെയ്ബേഴ്സും അടയ്ക്കുന്നുണ്ട്. അപ്പൊ ആരാ അടയ്ക്കാത്ത? അതിന്റെ അർത്ഥം ഇൻകം ടാക്സ് അടയ്ക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവര് മേടിക്കുന്നത് തെറ്റാണെന്നോ എന്നല്ല. അത് അടയ്ക്കുന്നതും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാ. ഈ വലിയായിട്ട്, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ട. നമ്മുടെ 45% ആളുകളും, അതായത് ആകെയുള്ള പോപ്പുലേഷന് 45% കൂടുതൽ ആളുകളും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം ഏൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ വലിയ ആളുകൾ, അല്ലെങ്കിൽ പൈസയുള്ള ആളുകൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൂപ്ഫോൾ ആയിട്ട് ഉപയോഗിച്ച് ടാക്സ് അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ ആളുകളുടെ, അതായത് ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ എണ്ണം കുറയും തോറും ടാക്സിന്റെ പെർസെന്റേജ് കൂടും. അതാരെ എഫക്ട് ചെയ്യുന്നത്? മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ. അവരാണല്ലോ ഇപ്പൊ ടാക്സ് അടയ്ക്കുന്നത്. അപ്പൊ അവര് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഇത്രയും ടാക്സ് അടിച്ചിട്ട് എന്താ അവസാനം കിട്ടുന്നത്? പറയുന്നുണ്ട് കുറെ സബ്സിഡീസും കുറെ ഫൈനാൻഷ്യൽ എയ്ഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഗവൺമെന്റ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്ത് സബ്സിഡി അല്ലെങ്കിൽ എന്ത് ഫൈനാൻഷ്യൽ എയ്ഡാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത് നിങ്ങളൊന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? ഇതൊന്നും വേണ്ട. നിങ്ങളുടെ നാട്ടിലെ റോഡ് എങ്ങനെയാ? നിങ്ങളുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എങ്ങനെയാ? ബസ് സ്റ്റോപ്പ് എങ്ങനെയാ? കുറേ നാട്ടിൽ വരുന്നൊരു പ്രശ്നമാണ് റോഡ്. ഓക്കെ, കുറച്ച് പ്രശ്നം ഉണ്ടാക്കി റോഡ് നന്നാക്കി, റോഡ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാക്ക് ടു നോർമൽ. ആ ഒരു സിറ്റുവേഷൻ. ഒരു മഴ പെയ്താൽ ഒഴുകിപ്പോകുന്ന റോഡൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഗവൺമെന്റ് എന്നുള്ളത് വളരെ വളരെ ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇപ്പൊ പിന്നെ ഒരു കാര്യം പറ്റണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വരും, അതായത് ചിലവർ ചിലപ്പോൾ ടാക്സ് അടയ്ക്കുന്നുണ്ടാവും, അവർക്ക് പോലും ടാക്സ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു സിറ്റുവേഷൻ. അവര് പിന്നെയും പുറത്തു പോകുമ്പോ എന്നാ പറ്റണേ? അവരുടെ എണ്ണം, ടാക്സ് അടയ്ക്കുന്നവരുടെ എണ്ണം പിന്നെയും കുറയും, മിഡിൽ ക്ലാസ്സുകാർ. അപ്പൊ 3% കൂടുതൽ ടാക്സ് അടയ്ക്കണം. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്നവരുടെ എണ്ണം കുറയും തോറും ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നവരുടെ പെർസെന്റേജ് കൂടുകയെന്ന്. അപ്പൊ അവർ അത്രയും കൂടി ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. അങ്ങനെ വരാൻ നേരത്തെ തന്നെ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഉള്ളവർ മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ നിൽക്കുന്നു, റിച്ച് ആയിട്ടുള്ളവർ റിച്ച് ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മുടെ മിഡിൽ ക്ലാസ്സുകാർക്ക് അതിനനുസരിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് കുറെ ആളുകൾ വേറെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നു. അതായത് പുറത്തു പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനോ എന്തെങ്കിലും ടൂറിസ്റ്റ് വിസ എടുത്ത് പോയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ചെയ്യാനൊക്കെ നോക്കുന്നു. അതിനകത്ത് അവർ കുറ്റം പറയാൻ പറ്റില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി എന്നുള്ള പോയിന്റ് പറയാനായിട്ട് നിങ്ങൾ വിചാരിക്കും, ഇന്ത്യയിൽ മാത്രമല്ലോ കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി ഉള്ള, വേറെ രാജ്യത്തൊന്നും ഇല്ലാത്ത പോലെയാണ്.
അതൊരിക്കലും ഞാൻ ഇവിടെ പറയുന്നില്ല. എല്ലാ രാജ്യത്തും കറപ്ഷനും അഴിമതിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രാജ്യത്തെ അത് അവരുടെ ജനങ്ങളെ അത്ര വലിയ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. കാര്യം അവർ ഡെവലപ്ഡ് കൺട്രിയാണ്, അവരതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ പറ്റണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ളതൊരു ഡെവലപ്ഡ് കൺട്രി അല്ല. അഴിമതി നടക്കുമ്പോൾ അത് ഡേ ടു ഡേ ലൈഫ്, അതായത് ഓരോ ജനങ്ങളെയും ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുന്നു എന്നുള്ള രീതിയിലാണ്. വേറെ രീതി പറയുവാണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. അപ്പൊ പൈസ ഉള്ളവർ റിച്ച് ആയിട്ടിരിക്കുന്നു, പൈസ ഇല്ലാത്തവർ അതേ ഒരു നിലയിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ചെയ്യാം. നമുക്ക് അഴിമതി ഇപ്പൊ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് വഴി അതും എല്ലാം ചെയ്യണമെങ്കിൽ കുറച്ച് ആളുകൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പൈസ കൊടുത്താൽ അവരുടെ പോക്കറ്റിലിടാം. ആ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് അയാൾ ചെയ്യേണ്ട ജോലി എന്താണോ ചെയ്യേണ്ടത് അത് ആള് ചെയ്തു. അങ്ങനെ ചെയ്യാൻ നേരത്തെ അയാൾക്ക് ഭയങ്കര അവാർഡൊക്കെ കിട്ടുന്ന സിറ്റുവേഷനാണ്. പക്ഷേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആളുകളെ ഇപ്പൊ കിട്ടാനില്ല. എല്ലാവരും അഴിമതി, എല്ലാവരും മറ്റേ പൈസയൊക്കെ മേടിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അങ്ങനെ വരാൻ നേരത്തെ ഒരാൾ അയാളുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഈ ആള് അഴിമതിയൊന്നും ഇല്ല, ആക്കുന്ന ഒരു അവാർഡ് കൊടുത്തേക്കാന്നുള്ള സിറ്റുവേഷൻ. കാര്യം അത്രയും റെയറാണ് മര്യാദയ്ക്ക് സ്വന്തമായിട്ട് അഴിമതിയൊന്നും ഇല്ലാണ്ട് ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇതൊക്കെ മാറ്റമുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള രീതിയിൽ നോക്കാൻ നേരത്ത് സമയമെടുക്കും. അതും ഇത്രയും ആളുകളുള്ള സിറ്റുവേഷന് കുറേ സമയമെടുക്കും. അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് കുറെ ആളുകൾ ഇവിടെ നിന്ന് നിർത്തി ഈ ഒരു സംഭവം നാട്ടിൽ നിർത്തി വേറെ രാജ്യത്തേക്ക് പോകുന്നത് നോർമലാണ്. അവരെ കുറ്റം പറയാൻ പറ്റും. ഇനി വർക്ക് കൾച്ചറിന്റെ കാര്യം പറയാനത്തെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, കുറെ കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ വീഡിയോസ് കുറെ സ്റ്റുഡൻസ് ഒക്കെ പുറത്തു പോയി കഷ്ടപ്പെട്ട് അവർ നല്ല നിലയിലെത്തി വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഞാൻ കമന്റ് സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു സംഭവമാണ്, നീയൊക്കെ പുറം രാജ്യത്ത് പോയി പട്ടിപ്പണി എടുത്തോ, നീ വേറെ ആളുകൾക്ക് വേണ്ടി പണിയെടുത്ത് കൊടുത്തോ, അതാണ് ഇതാണ് ലൈക്ക് നെഗറ്റീവ് കമന്റ്സ്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് എന്റെ ദൈവം ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്ന്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ചെയ്യുന്ന ജോലി, ഫോർ എക്സാമ്പിൾ അവർ റെസ്റ്റോറന്റിൽ പാത്രം കഴുകാൻ നിന്നു, അവർക്ക് ഇവിടെയാണ് നിൽക്കണത്, അവര് റെസ്റ്റോറന്റിൽ നിൽക്കുവാണ്, ഏത് ജോലിയാണ് ചെയ്യുന്നതെന്നൊന്നും നോക്കിയല്ല ആളുകൾ റെസ്പെക്ട് കൊടുക്കുന്നത്. എല്ലാ ജോലിക്കും ഒരേ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് പുറം രാജ്യത്തുള്ളത്. ആ ഒരു ജോലി നാട്ടിലെ ആള് ചെയ്ത് കഴിഞ്ഞാൽ ആളുകിന് അത്ര റെസ്പെക്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ ഒരു മെന്റാലിറ്റി നമ്മുടെ നാട്ടിലില്ല. എല്ലാ ജോലിക്കും ഒരേ റെസ്പെക്ട് കൊടുക്കാന്നുള്ളത്. ഒരാൾ ചെറിയൊരു ജോലി ചെയ്യണമെങ്കിൽ, താഴ്ന്നൊരു ജോലിയാണ് ചെയ്യണമെങ്കിൽ അയ്യേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നോക്കി കാണും. കൾച്ചറിന്റെ കാര്യം പറയാനത്, നാട്ടില് നമ്മുടെ ജോലി സമയം ചിലപ്പോൾ 9 മണി to 4 മണി വരെ ആയിരിക്കും. നാട്ടിലെ ആളുകൾ 9 മണി to 4 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. എനിക്കറിയാവുന്ന കുറെ പേരുണ്ട് 9 മണി to 4 മണി വരെയാണ് നാട്ടിൽ വർക്കിംഗ് ടൈം. പക്ഷെ രാത്രി 11 മണി വരെയും 12 മണി വരെ ഇരുന്ന് ഇമെയിൽ അയക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ പൈസ കിട്ടണ്ട? ഒരിക്കലും ഇല്ല. ഇപ്പൊ റീസെന്റ് ഒരാള് മരിച്ചല്ലോ, അതെന്താ വർക്ക് പ്രഷറാന്നാ പറയുന്നത്. കാര്യം അതനുസരിച്ചുള്ള വർക്ക് പ്രഷർ, ഭയങ്കര ടോക്സിക് വർക്കിംഗ് കൾച്ചറാണ് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കുറെ എക്സാമ്പിൾ ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ടും എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ ഇനി പുറം രാജ്യത്ത് ഒരു വർക്കിംഗ് കൾച്ചർ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 9 മണി to 4 മണി വരെ വർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ 4 മണി ആവുമ്പോ നിങ്ങൾ വീട്ടിൽ പോവാ. ഇവിടെ വേറെ ഒന്നും നോക്കാനില്ല. ഞാൻ തുടക്കത്തിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താ ഇങ്ങനെ, നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നു, ചിലപ്പോ നിങ്ങൾക്ക് അത് ടാസ്ക് ഇപ്പൊ 4 മണിക്ക് ആർന്നും തീരണ്ടേ, പക്ഷെ അത് തീർന്നില്ല. കാര്യമില്ല, നിങ്ങൾ 4 മണിക്കാണ് വീട്ടിൽ പോകണേ, നിങ്ങൾ 4 മണിക്ക് വീട്ടിൽ പോകുന്നു. ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ 5 മണി വരെ നിന്നു, അന്ന് 5 മണി വരെയുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ അതുകൂടാണ്ട് ഓവർ ടൈമിന് പൈസയുണ്ട്. ഓരോ സമയത്ത് ഇപ്പൊ രാത്രി നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ ലോഡിംഗ് ഉണ്ട്. നിങ്ങൾ പബ്ലിക് ഹോളിഡേ വർക്ക് ചെയ്യണമെങ്കിൽ ഡബിൾ പേ ഉണ്ട്. സാറ്റർഡേ സൺഡേ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എക്സ്ട്രാ പേ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും നാട്ടിലില്ല. പെയ്ഡ് മാത്രല്ല, ആ ഒരു വർക്ക് കൾച്ചർ ഉണ്ടല്ലോ, അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതനുസരിച്ച് എല്ലാം ഭയങ്കര പുണ്യാളന്മാരാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഞാനിപ്പോ പറയാൻ വേറെ മോശമായിട്ടല്ല, ഇന്ത്യൻസ് വന്നേ പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചൂഷണം ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ നാട്ടിലൊരു വർക്കിംഗ് കൾച്ചറിനെ വെച്ച് നോക്കാൻ നിർത്തി എത്ര പറഞ്ഞാലും വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു പുറം രാജ്യത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണ് കുറെ ആളുകൾ നാട്ടിൽ നിൽക്കാതെ പോകുന്നത്. അതും വേറൊരു ഘടകമാണെന്ന് ഞാൻ പറയും. ഈ വീക്ക് പാസ്പോർട്ട് ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കി രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് എല്ലാ സ്ഥലത്തും സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റില്ല. വിസ വേണം, അതനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറെ ഫോളോ ചെയ്യേണ്ട, കുറെ പ്രൊസീജിയേഴ്സ് വേണ്ട വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് അത് പറ്റിച്ച ആളുകൾ പോകാൻ നോക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2023 97,000 ഇന്ത്യൻസ് ആണ്
US ബോർഡർ ഇല്ലീഗലി ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പിടിച്ചത്. അതുകൂടാണ്ട് വേറെ ഇപ്പൊ പറയുവാണെങ്കിൽ അയൽസ് സ്കാംസ് ഒക്കെ നടക്കുന്നത്, അതായത് പോണെങ്കിൽ അയൽസ് വരുന്ന സിറ്റുവേഷൻ. അപ്പൊ അതും പൈസ കൊടുത്ത് മേടിക്കുന്ന കുറെ സിറ്റുവേഷൻസും കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പയുള്ളത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ വേറെ രാജ്യത്ത് പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാസ്പോർട്ടാണ്, വേറെ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ നോക്കാൻ നേരത്ത് അയ്യോ എവിടെ പോണെങ്കിലും ആ ഒരു സിറ്റുവേഷനാണ്. അതുകൂടി കൊണ്ടാണ് വേറെ രാജ്യത്ത് പോയി സെറ്റിൽ ആവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി വേതനത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഘടകമാണ് കുറെ ആളുകൾ ഇവിടെ നാട്ടിൽ നിർത്തി പുറം രാജ്യത്തേക്ക് പോകാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ ഒരു എഞ്ചിനീയറിന് കിട്ടുന്ന 10,000 രൂപയായിരിക്കും എന്നാണ് ഞാൻ കേട്ടത്. എത്രമാത്രം ശരിയാന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വരാൻ നേരത്ത് എഞ്ചിനീയറിന് 10,000 കൊടുക്കുന്നതിന്റെ ആൾ എത്ര നാള് പഠിച്ചു, ആൾ അത്രയും പഠിച്ചിട്ടും ആൾക്ക് ഒരു 10,000 രൂപ കിട്ടണമെങ്കിൽ പഠിക്കാത്തവരുടെ അവസ്ഥ. ഇപ്പൊ താഴ്ന്ന നിലയിലുള്ള ഒരാളാണ്, മിഡിൽ ക്ലാസ് ആണ്, ചിലപ്പോൾ പഠിക്കാനൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരാൾ എന്ത് ചെയ്ത് ജീവിക്കും? നമ്മുടെ നാട്ടിൽ ആ ഒരു ഇതുണ്ട്, പൈസ നമുക്ക് അതിനുള്ള ചെലവിനുള്ള പൈസയെങ്കിലും കിട്ടണമല്ലോ. അത്രയും പഠിച്ചിട്ടും അത്രയൊരു ക്വാളിറ്റി ഉള്ളൂ നാട്ടിലെ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ ഒരു ഘടകമാണ് കുറെ ആളുകൾ നാട് വിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ. അതുകൂടാണ്ട് ഇപ്പൊ നാട്ടിലെ ആ എഡ്യൂക്കേഷന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അതും ഇല്ലാത്ത സിറ്റുവേഷന്. ചിലപ്പോൾ നാട്ടിലെ പഠിച്ചതിന് പകരം ആള് പുറത്ത് പഠിച്ചു കഴിഞ്ഞാൽ പുറത്തെ ചെലവ് നടത്താനും ഉള്ള ജോലിയും അതുകൂടാണ്ട് നാട്ടിയിട്ട് പൈസ അയക്കാനുള്ള സിറ്റുവേഷനും ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നല്ല വേതനം കിട്ടുന്ന ജോലികൾ ഉണ്ടാവും. അത് ചിലപ്പോൾ കുറെ ഗവൺമെന്റ് ജോലീസ് ഒക്കെ ആയിരിക്കും. അതിനകത്ത് ഇപ്പൊ PSCയുടെ ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ എത്ര പേരാ PSC എഴുതുന്നേ? അതിനകത്ത് എത്ര ശതമാനം പേർക്ക് കിട്ടുന്നുണ്ട്? അതിനകത്ത് എത്ര ശതമാനം റിസർവേഷൻ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്? ഈ റിസർവേഷനൊക്കെ എന്തിന്റെ ബേസിലാണ്? അത് കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത്? ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? ഇത്രയും ആളുകളുള്ള രാജ്യത്ത് ഇത്രയും സീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ നാട്ടുകളിലുള്ള ആളുകൾ ഒബ്വിയസ്ലി അപ്പൊ ഈ ആ രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് പോകാനല്ലേ ശ്രമിക്കുള്ളൂ. അതിനകത്ത് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ഇടാനായിട്ട് ശ്രമിക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് ഞാൻ ഡെയിലി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ എന്നാ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.